ഒത്തിരി പേര് വരും, ഭയങ്കര ആളാ. അവർക്ക് മരുന്നിനൊക്കെ ഉള്ള 40 ലക്ഷം. ഞാൻ മരിച്ചപ്പോ 40 ലക്ഷം രൂപ കൊടുക്കാനുണ്ടായിരുന്നു കടയിൽ മരുന്ന് മേടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുത്തിട്ടാ അത്രയും. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും, പിന്നെയും കൂടും, പിന്നെയും കൊടുക്കും. അങ്ങനെ അതായത് ചെറിയ ചെറിയ മരുന്നൊക്കെ ആവുമ്പോഴത്തേക്ക് അത് സ്വന്തമായിട്ട് തന്നെ കൊടുക്കും. വേറൊരു സർക്കാർ പദ്ധതിയിലേക്കൊന്നും വിടാൻ നിൽക്കില്ല. സ്വന്തമായിട്ട് കൊടുക്കുന്നതല്ല, കുഞ്ഞുറ്റാൻ കൊടുക്കുന്നതല്ല. ഈ പത്തായത്തിന്റെ ഒരു സംഗതി ഇവിടെയും വന്നിട്ടുണ്ട്. ഇത് വലിയ പത്തായമാണല്ലോ ഇപ്പൊ. അപ്പൊ ഒരുപാട് കൃഷിയൊക്കെ ഉണ്ടായിരുന്ന ഒരു തറവാടായിരുന്നിരിക്കണം മുമ്പ് അല്ലേ? ഇപ്പം നെല്ലിടാറില്ല കേട്ടോ, വെറുതെ കിടക്കുക. അല്ല, ഏത് കാലഘട്ടം വരെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു? കൃഷി ഇപ്പോഴും ഉണ്ട്, പക്ഷെ നമ്മൾ നെല്ല് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരു കുറച്ച് വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് കൊണ്ടുവരുന്നില്ല. മുഴുവൻ പൊടിയല്ലാവും. അവിടെ ആ സ്പോട്ടിൽ തന്നെ കൊടുക്കും. ഓ, അങ്ങനെയാണോ? ചാണ്ടി സാറ് അവിടുന്ന് കയറി വരും, പക്ഷെ സ്റ്റാഫ് ഇവിടെ ഇരുന്നിട്ട് ഈ ബാക്കിയുള്ള പേർപ്പസ് ഒക്കെ ശരിയാക്കിയതിന് ശേഷം ഒപ്പിടാൻ വേണ്ടി സാറ് ഇങ്ങോട്ട് വന്നിട്ട് ഒപ്പിട്ട് കൊടുക്കും. അതോടുകൂടി അവർക്ക് മരുന്ന് വാങ്ങാമെന്നുള്ളതാണ്. അത് പലപ്പോഴും മെഡിക്കൽ ഷോപ്പുകളിൽ സാറിന്റെ അക്കൗണ്ടിലാണ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്, 40 ലക്ഷം രൂപ ആ വകയിൽ കൊടുക്കാനുണ്ടായിരുന്നു സാർ മരിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ മനസ്സിലാക്കാം എത്രത്തോളം പേരെ സഹായിച്ചിരുന്നു, എത്ര പേരെയാണ് ഒരുപക്ഷെ ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിരുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത നമ്പറാണ്. ഈ ഡോറ് വഴിയാണ് ശരിക്കും ഓഫീസിലേക്ക് വരുന്നവർ ഈ വീടിനകത്തേക്ക് കയറിയിരുന്നത്. കാരണം ഇതൊരു ഓഫീസായിട്ട് തന്നെ ഉപയോഗിക്കായിരുന്നു. അപ്പം ഈ 2 വാതിലിൽ ഇത് മാത്രമേ തുറക്കുള്ളൂ അല്ലേ? അത്യാവശ്യം ഉണ്ടെങ്കിലേ തുറക്കത്തുള്ളൂ. ഇത് ശരിക്കും ഇവിടെ വരുന്നവർ എഴുതുന്ന അഭിപ്രായങ്ങളൊക്കെയാണ് അല്ലേ ചാണ്ടി സാറിന്റെ? ഇപ്പൊ കാണാൻ വന്നേ, മരിച്ചു കഴിഞ്ഞ് കാണാൻ വന്നവരെഴുതിയ. ഓ ഓ ഓ ഓ, ആ ബുക്ക് നിറഞ്ഞു. അടുത്ത് നോക്കാതെ അതെല്ലാരും എഴുതാറില്ല, ചുരുക്കമേ എഴുതത്തുള്ളൂ. വരുന്നതിൽ കുറച്ച് ഞാൻ എഴുതുന്നതേ. മനസ്സിലായി. ഇതിപ്പോ പുതിയ ബുക്ക് വെച്ചു. ഇപ്പോഴും എല്ലാവരും ഈ വീടും കൂടെ കണ്ടിട്ടേ പോവുള്ളൂ. കാരണം അവരുടെ മനസ്സിൽ ഈ ചാണ്ടി സാർ ഓടി നടന്ന കളിച്ച വീട് എന്നുള്ള അർത്ഥത്തിൽ കണ്ടിട്ടുള്ള ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. 30 കൊല്ലം മുമ്പ് വന്നവരും വരുന്നുണ്ട്, 30 കൊല്ലം മുമ്പ് ഇവിടെ വന്നവർ വരുന്നുണ്ട്. ഞങ്ങൾ അമ്മ വന്നതാണ്. പക്ഷെ എന്തോ സ്ഥലങ്ങൾക്ക് വ്യത്യാസമുണ്ട്, വീടിന് വലിയ മാറ്റം കാണുന്നില്ല എന്നുള്ളത് വരും. ഈ ഓഫീസിലിരിക്കുമ്പോൾ ഉള്ള ചായ കുടിയും കാര്യങ്ങളും ഓട്സ് കുടിക്കും. വരുമ്പോ ഒരു കപ്പ് ഓട്സ് കൊടുക്കും, അത് കുടിക്കുമ്പോ. അല്ല പിന്നെ 10 മണിയൊക്കെ ആവല്ലേ കഴിക്കുമ്പോ. ഉമ്മൻചാണ്ടി സാറ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കൗതുകത്തോടു കൂടി ചോദിച്ചു. അപ്പൊ പറഞ്ഞു 2 സ്ഥലമുണ്ട് ഇവിടെ. അത് എങ്ങനെയാണ് അമ്മ? അത് ഗസ്റ്റൊക്കെ ഉള്ളപ്പോ ഇവിടെ ഇരിക്കും, ഇല്ലാതെ സാധാരണ എല്ലാ ഞായറാഴ്ചയും അവിടെ വന്നിരുന്നാ കഴിക്കും. ഇവിടെയായിരിക്കുന്നത്, ഈ കസേരയിലായിരിക്കുന്നത്. ഓ, നമുക്കിതൊക്കെ ഒന്ന് തൊട്ടു നോക്കാൻ ഒരു കൗതുകം തോന്നും. കാരണം എന്ന് വെച്ചാൽ കസേര എന്നൊക്കെ പറയുമ്പോ ഇവിടെ വരുന്നവരൊക്കെ ഇങ്ങനെ